ഇന്ന് രാജ്നാഥ് സിംഗ് നൽകുന്ന ഈ അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നൊക്കെ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ ഈ പുരസ്കാരം അദ്ദേഹം സ്വീകരിക്കുന്നതോടുകൂടി കോൺഗ്രസ്സുകാരുടെ മനസ്സുകളിൽ നിന്ന് അദ്ദേഹം എന്നേക്കുമായി പുറത്താകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുക, അതിൻ്റെ ഫലമായി സെല്ലുലാർ ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം, നമുക്കറിയാം, ഇന്ത്യൻ ജനകോടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെറുക്കപ്പെട്ട കഥാപാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീ ശശി തരൂരിന് കൊടുത്തിരിക്കുന്നു. കോൺഗ്രസിൻ്റെ രക്തം ശശി തരൂരിൻ്റെ സിരകളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് നിരസിക്കണം. ഒന്ന് ഈ സംഘടന, ഈ HRDS എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയെക്കുറിച്ചുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുന്നു. 2, ഈ അവാർഡ് VD സവർക്കറുടെ പേരിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല, നിരസിക്കണം. ശക്തമായി ഈ അവാർഡിനെതിരെ അദ്ദേഹം പ്രതികരിച്ച് രംഗത്ത് വരികയും വേണം. ഈ അവാർഡിന്റെ വിതരണമാണെന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ശശി തരൂരിനെ HRDS അവാർഡ് വിവരം അറിയിച്ചതായിരിക്കുമല്ലോ. ഇതിന്റെ പോസ്റ്റർ ഇറങ്ങിയതാണ്. ഇതുവരെയും തരൂർ നിരസിച്ചിട്ടില്ല. അല്ല, അതിനെക്കുറിച്ച് മറുപടി പറയേണ്ട അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഈ അവാർഡ് നൽകുന്ന വിവരം അറിയിച്ചിട്ടുണ്ടോ? അദ്ദേഹം അത് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ?